താജ് സുന്നയുടെ സന്ദേശങ്ങൾ മലയാളക്കാർ കുറേ ഇവിടെയുണ്ട്. പക്ഷേ മലയാളത്തിൽ തീരെ കേൾക്കാത്ത വിഷമമുണ്ടാകും. നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് അംജദി അൽ അഫ്ളലി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം താജ് സുന്ന എന്ന പേര് അത് ജീവിച്ചിരിക്കുന്ന രണ്ട് മഹാരഥന്മാരെ അനുസ്മരിച്ചുകൊണ്ടും മരണപ്പെട്ട ഒരുപാട് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടുമാണ് താജ് സുന്ന എന്ന പേര് വെച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന രണ്ട് മഹാരഥന്മാർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൽ, അതുപോലെ തന്നെ അനഫി സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെയധികം പരിചയമുള്ള സുന്നത്ത് ജമാഅത്തിന് വലിയ ത്യാഗം ചെയ്ത ബഹുമാനപ്പെട്ട താജു ശരിയ അഖ്തർ റസാഖാൻ ബരേൽവി എന്ന ജീവിച്ചിരിക്കുന്ന രണ്ട് മഹാരഥന്മാരിലേക്ക് ചേർത്തുകൊണ്ടാണ് താജ് സുന്ന എന്ന നാമവും, അതുപോലെ തന്നെ മരണപ്പെട്ട ഒരുപാട് മഹാന്മാർ നമ്മുടെ ഇമാമുൽ അഇമ്മത്തുൽ ഉമ്മ താജുൽ മുത്തഖീൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബട്കൽ ഷരീഫിൽ ബട്കള എന്ന നാടിനെ ബട്കൽ ഷരീഫ് എന്ന് പറയുന്നതിന് യാതൊരു വിരോധമില്ല. എന്തുകൊണ്ട്? ബട്കളയിൽ എത്രയോ മഹാന്മാർ മറവിട്ട് കിടക്കുന്നു. ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ സുഖ്രി എന്ന് പറയുന്ന മഖ്ദൂം എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ വന്നവർക്കാണ് മഖ്ദൂം എന്ന് പറയുന്നത്. മഖ്ദൂം എന്ന് നമ്മുടെയൊക്കെ ഉസ്താദിന്റെ ഉസ്താദായ നമ്മുടെയൊക്കെ വന്യരായ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഇഹ്യാഉ സുന്ന എന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ്. ആ ഉസ്താദിന്റെ ഉസ്താദായ ഓക്കെ ഉസ്താദ്, ആ ഉസ്താദും മഖ്ദൂമാണ്. അവിടെയും മഖ്ദൂമാബാദ് കാണാം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ മദ്രസ താജ് സുന്ന ഏറ്റെടുത്തപ്പോൾ ഫൈസുർ റസൂൽ എന്ന ഏറ്റവും നല്ല ഒരു നാമമുള്ള ഈ മദ്രസയെ അതിനെ മഖ്ദൂമാബാദ് എന്ന ഒരു അനുസ്മരണയും നാം അത് കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ബട്കളയിലേക്ക് ആര് പ്രവേശിക്കുന്നുണ്ടോ അവരെല്ലാം അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സുക്ർ മഖ്ദൂമി എന്ന് പറയുന്ന ഈ അടുത്ത് തന്നെ മറവിട്ട് കിടക്കുന്ന ഒരു വലിയ മഹാൻ. ദൂരത്തുനിന്ന് വന്നവരുടെ ശ്രദ്ധയിൽ ആ മഹാനെ സിയാറത്ത് ചെയ്തിട്ട് പോവുക ഏറ്റവും നല്ല ഒരു പുണ്യമുള്ള കർമ്മമാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവരെ സ്മരണ നിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ കാണാം ബോർഡിൽ മഖ്ദൂമാബാദ് എന്ന പേര് നാം കൊടുത്തിരിക്കുകയാണ്. മഖ്ദൂം കുടുംബത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും വലിയ പണ്ഡിതനായ പൊന്നാടിയിൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ എന്ന ഏറ്റവും വലിയ ഒരു മഖ്ദൂമുണ്ട്. അതുപോലെയുള്ള ഒരു മഖ്ദൂം ഈ ബട്കളയിലുമുണ്ട്. ബട്കളയിൽ ഒരുപാട് മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ നാട്ടിന് പവിത്രതയുണ്ട്. ഈ നാടിനെ ബട്കൽ ഷരീഫ് എന്ന് വിളിക്കണം, മഹത്വമുള്ള നാടെന്ന് വിളിക്കണം. ഷാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് അത് പരിശുദ്ധമായ ഭൂമി എന്നാണ്. അതേസമയത്ത് ഷാമിൽ ഒരുപാട് കുഫ്രിയത്തിന്റെ കേന്ദ്രങ്ങളും കുഫറിന്റെ ആൾക്കാരുമുണ്ട്, ഒരുപാട് അനാചാരങ്ങളുണ്ട്. എന്നിട്ട് പോലും അതിനെ ഷാമിനെ പരിശുദ്ധമായ ഭൂമി എന്ന് ഖുർആൻ പരിചയപ്പെടുത്താനുള്ള കാരണം അവിടെ മഹാന്മാരുണ്ട്, അവിടെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ ഒരു പക്ഷേ ബട്കൽ ഷരീഫിൽ ഒരുപാട് ബിദഅത്തുകാരുണ്ടല്ലോ, പിന്നെ എങ്ങനെ ബട്കൽ ഷരീഫ് എന്ന് പറയുന്നു എന്ന് സംശയിച്ചു പോകേണ്ടതില്ല. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ബിദഅത്തുകാരുണ്ടെങ്കിലും ഒരുപാട് മഹാന്മാർ അവരുടെ നന്മകൾ ഇവിടെ ആ ബിദഅത്തിനെയൊക്കെ മികച്ചു കളയുന്നതായ ശക്തി ആത്മീയത അവരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട് പവിത്രമായ നാടാണ്. ഇവിടെ നാം ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് പറയുന്ന 4 മദ്ഹബിലും പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ടവർ ഇന്ന് ചാലിയം എന്ന് പറയുന്ന മലപ്പുറത്ത് ഒരു മക്ബറയിൽ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ബഹുമാനപ്പെട്ടവർ 4 മദ്ഹബിലും അഗ്രഗണ്യ പണ്ഡിതനും ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയ സ്ഥലമാണ് ബട്കൽ. ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയ സ്ഥലമാണ്. ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണ് താജിദാരെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അഹ്മദ് കോയ ശാലിയാത്തി അബി സആദാത്ത് അഹ്മദ് കോയ ശാലിയാത്തിയെ അനുസ്മരിച്ചുകൊണ്ട് നാം ഇവിടെ താജ് സുന്ന എന്ന ആ വലിയ ഒരു ത്യാഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് താജ് സുന്ന എന്ന ഈ മഹത്തായ കമ്മിറ്റി ഇവിടെ രൂപം നൽകുകയും കഴിഞ്ഞ 3 വർഷം മുതൽ അത് പ്രവർത്തിച്ച് അന്ന് തന്നെ ബട്കലിന്റെ പല പ്രദേശത്തിലേക്കും താജ് സുന്നയുടെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്.
എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം, അന്ന് മുതൽ ഭട്കളയുടെ കാര്യം അറിഞ്ഞ അന്ന് മുതൽ നമ്മുടെ ദർസിൽ ഭട്കളയിൽ സുന്നത്ത് ജമാഅത്ത് ലാഹിറാക്കണം എന്ന് നാം ദുആ ചെയ്തിരുന്നു. എപ്പോഴും നേരത്തെ ദർസില് നാം സലാത്ത് ചൊല്ലി രാവിലെ അങ്ങനെ ഒരു ദുആ നടത്തിയിരുന്നു. ഭട്കൾ വഗൈറ ഇലാഖോമെ സുന്നത്ത് ജമാഅത്ത് സാഹിർ ഫർമ എന്ന് നാം ദുആ ചെയ്തിരുന്നു. അതിന്റെ ഫലമാവാം ഒരുപക്ഷെ താജ് സുന്ന ഈ ഒരു ഭട്കളയിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശവുമായി എത്താനുള്ള ഒരു അവസരമുണ്ടായത് അല്ലാഹു തആല തരുന്ന വേദികളും അവസരങ്ങളും മാത്രമാണ്. അതൊക്കെ നാം ഉപയോഗപ്പെടുത്തി ധന്യരാകാൻ വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുക. ഏതൊരു പ്രവർത്തനത്തിന്റെയും ഏറ്റവും വലിയ മർമ്മം ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാതെ എന്തു പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ നാം പാപികളും ദോഷികളുമാണ്. ഏത് പ്രവർത്തനത്തെയും നശിപ്പിക്കുന്ന, നമ്മുടെ ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തുന്ന ശൈത്താനിയായ പ്രേരണകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാം. ഒരുപക്ഷെ ഞാനൊക്കെ മുഖ്ലിസാണെന്ന് സ്വന്തം നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഒരു ശൈത്താൻ അവിടെ നമ്മെ നശിപ്പിക്കുകയാണ്. നാം അത് മനസ്സിലാക്കുന്നില്ല. നാമൊക്കെ നല്ലവരാണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതൊരു ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ ശൈത്താനിന്റെ വലിയ പ്രഹരമുണ്ടാകാം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തേണ്ടത് അള്ളാഹുവാണ്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ ബഡ്കൽ പ്രദേശത്തും മറ്റു ഈ പരിസരത്തുമുള്ള മഹാന്മാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകുമാറാകട്ടെ. ഇഖ്ലാസിനെ നശിപ്പിക്കുന്ന എല്ലാവിധ ശൈത്താനിന്റെ ദുർബോധങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾ അത് വളരെയധികം ശക്തിയായ ബോധത്തോടും അതിന്റെ വിവരത്തോടും അറിയോടുകൂടിയും നമുക്ക് പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും താജുസുന്നയെ സഹായിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് താജുസുന്നയെ വളരെയധികം ഗുണകാംക്ഷയോടെ വീക്ഷിക്കുന്നവരുണ്ട്. ഇനിയും നമ്മെ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരുമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും സലാമത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടിയുടെ അവസാനത്തെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് CTM സലീം തങ്ങൾ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശവും ദുആയും ഇവിടെ നടക്കാറുണ്ട്. അതിനു മുമ്പായി കുറഞ്ഞ നേരം നമ്മുടെ ജമാഅത്ത് ഉപാധ്യക്ഷൻ, നമ്മുടെ ജമാഅത്ത് അധ്യക്ഷൻ മൊയ്തുകുട്ടി ഹാജി പാപ്ലി, അദ്ദേഹം ഇവിടെ എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അസുഖമുള്ളതിന്റെ കാരണം കൊണ്ട് അദ്ദേഹം ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജമാഅത്തിന്റെ ഉപാധ്യക്ഷന് അബ്ദുൽ ഖാദർ ബല്ലാരെ ഒരല്പനേരം ഇവിടെ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ವೇದಿಕೆಯಲ್ಲಿ ಹಸೀನರಾದಂಥ ಉಲಮಾಗಳೇ, ಉಮರಾಗಳೇ, ಉಸ್ತಾದವರುಗಳೇ, ಮುಅಲ್ಲಿಮ್ಗಳೇ, ಮುತಲ್ಲಿಮ್ಗಳೇ ಹಾಗೂ ಸುನ್ನತ್ ಜಮಾಯತಿನ ಪ್ರಿಯರಾದಂಥ ಎಲ್ಲ ಸಹೋದರರಿಗೂ ಹಾಗೂ SSFನ ಪುತ್ತೂರು ವಲಯ ಅಧ್ಯಕ್ಷರು ಎಲ್ಲರಿಗೂ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಹಿಂದೆ ಇಲ್ಲಿ ಎಲ್ಲ ತಾಜುಲ್ ಸುನ್ನದ ವಿಷಯವನ್ನು ಎಲ್ಲ ಪಂಡಿತರು ಇಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಇಟ್ಟಿದ್ದಾರೆ. ನನಗೆ ಎಲ್ಲ ಆ ವಿಷಯದಲ್ಲಿ ಹೇಳುವಷ್ಟು ಏನು ಅರ್ಹತೆ ಇಲ್ಲ. ಆದರೂ ನಮ್ಮ ತಾಜುಲ್ ಸುನ್ನದ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯವರಾದಂಥ ಅಬ್ದುಲ್ ರಜಾಕ್ ಹಸನಿಯವರು ಪ್ರಥಮ ಬಾರಿಗೆ ಪುತ್ತೂರಿನ ಬಣ್ಣೂರು ಜಮಾಯತಿಗೆ ಪಾದಾರ್ಪಣೆ ಮಾಡಿದ 2006ರಲ್ಲಿ ಅವರು ಬಂದು ಒಂದು ಜಮಾಯ ನಮಸ್ಕಾರ ನಿರ್ವಹಿಸಿದ ನಂತರ ಅವರು ನಮ್ಮ ಉದ್ಯೋಗ ಇದಕ್ಕಾಗಿ ಬಣ್ಣೂರಿಗೆ ಬಂದಿದ್ದರು. ಬಂದು ಜಮಾಯ ನಮಸ್ಕಾರ ನಿರ್ವಹಿಸಿದ ನಂತರ ಅವರು ಒಂದು ವಿಷಯ ಹೇಳಿದರು. ನಾನು ಇಲ್ಲಿಗೆ ಬರುವ ಮೊದಲು ಕರ್ನಾಟಕದ ಒಂದು ಮೂಲೆಯಾದ ಹಾವೇರಿ ಕಡೆ ಒಂದು ಸಂದರ್ಶನ ಮಾಡಿ ಬಂದಿದ್ದೇನೆ. ಆ ಕಡೆ ಹೋದಾಗ ಅಲ್ಲಿ ದೊಡ್ಡವರಾಗಲಿ ಚಿಕ್ಕ ಮಕ್ಕಳಾಗಲಿ ಒಂದು ಫಾತಿಯ ಪಠನ ಮಾಡುವಂಥ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ ಇಲ್ಲ. ಅಭ್ಯಾಸ ಅಂತ ಹೇಳುವ ಯಾವ ಒಂದು ಶಬ್ದ ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲ. ನಮಾಜಿನ ಯಾವ ಒಂದು ಪುಣ್ಯ ನಿರ್ವಹಿಸುವಂಥ ಯಾವ ಕಾರ್ಯ ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲ. ಅದು ಈ ವಿಷಯನ ಅವರಿಗೆ ಮನಕಂಡು ಬಹಳ ಒಂದು ಹೀನಾಯವಾದಂಥ ಒಂದು ವಿಷಯ ಆಗಿದೆ ಅಂತ ಈಗ ಬಹಳ ಒಂದು ಬೇಸರ ಆಯಿತು. ಅದನ್ನು ಬಣ್ಣೂರು ಜಮಾಯತಿನಲ್ಲಿ ಬಂದ ನಂತರ ಅವರು ಈ ವಿಷಯನ ಹೇಳಿದರು. ಈ ಪ್ರಪ್ರಥಮವಾಗಿ ಬಣ್ಣೂರಿಗೆ ಬರುವಾಗ ಅವರ ಮನಸ್ಸಿನಲ್ಲಿ ಇರೋದು ಏಕಂತ ಹೇಳಿದರೆ
ಒಳ್ಳೆ ಒಂದು ದರ್ಸಾಗಬೇಕು. ಎಲ್ಲ ಕಡೆಯಲ್ಲಿ ದರ್ಸಿನ ಕೊರತೆ ಇದೆ, ಮುತಲ್ಲಿಮ್ಗಳಿಲ್ಲ. ಯಾವ ಒಂದು ಇದರಲ್ಲಿ ಅವಶ್ಯಕತೆ ಇದರಲ್ಲಿ ಒಂದು ಮುತಲ್ಲಿಮು ಮುಂದೆ ಬರುವಂಥ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ಇಲ್ಲ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಪುತ್ತೂರಿನಲ್ಲಿ ಬಣ್ಣೂರು ಅಂತ ನಮ್ಮ ಈ ಜಮಾತಿನಲ್ಲಿ 250 ಮಹಲ್ ಅಂತ ಹೇಳಿದರೆ 250 ಮೆಂಬರ್ಸ್ ಇದ್ದಾರೆ. ಇದ್ರೆ ನಮ್ಮ ಬಣ್ಣೂರಿನಲ್ಲಿ ಬೇಕಾಗುವಂಥ ದರ್ಸು ವ್ಯವಸ್ಥೆ ಆ ಸಮಯದಲ್ಲಿ ಇರಲಿಲ್ಲ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಪ್ರಥಮವಾಗಿ ಅವರು ನಮಗೆ ಇಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಮದರಸ ಒಂದು ಆಗಲೇಬೇಕು, ನಂತರ ಅದಕ್ಕೆ ಬೇಕಾದ ಒಂದು ವಾಣಿಜ್ಯ ಕಟ್ಟಡ ಸಮೇತ ಸೇರಿ ಆಗಬೇಕಂತೇಳಿ ಒಂದು ಅಭಿಪ್ರಾಯವನ್ನು ನಮಗೆ ಕೊಟ್ಟರು ಜಮಾತರಿಗೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಕೂಡ ಜಮಾತ್ ಮೆಂಬರ್ ಆಗಿದ್ದೆ. ಇವರೆಲ್ಲರೂ ನಾವು ಸೇರಿಕೊಂಡು ಆ ಯೋಜನೆಯನ್ನು ಮುಂದೆ ನಾವು ತಂದೆವು. ಆ ಸಂದರ್ಭದಲ್ಲಿ ಎಲ್ಲರೂ ಅವರ ಧನ ಸಹಾಯವನ್ನೆಲ್ಲ ಆಗುವಷ್ಟು ಕೊಟ್ಟರು. ಆ ಸಮಯದಲ್ಲಿ 1 ತಿಂಗಳು ಫುಲ್ಲು ಪೂರೈಸಲಿಲ್ಲ ನಮ್ಮ ಉಸ್ತಾದರವರು. ಅವರು ಫಸ್ಟಿಗೆ ಹೇಳಿದರು, ನನಗೆ ಪ್ರಪ್ರಥಮವಾಗಿ ಕೊಡುವಂಥ ಈ ವೇತನವನ್ನು ನಮ್ಮ ಮದ್ರಸಾ ಕಟ್ಟಡಕ್ಕೆ ನಾನು ಕೊಡ್ತೇನೆ ಅಂತೇಳಿ ಹೇಳಿ 2 ದಿವಸ ಆಗಲ್ಲ ಅದನ್ನು ಆ ಅಮೌಂಟನ್ನು ನಮ್ಮ ಕೈಯಲ್ಲಿ ಕೊಟ್ಟರು. ಅದರ ನಂತರ ಒಂದು ಬೈ ಅದು ಬಿಲ್ಡಿಂಗ್ ಆಯಿತು, ನಂತರ ಮದ್ರಸಾ ಉದ್ಘಾಟನೆ ಆಯಿತು. ಅದ ನಂತರ ಬಣ್ಣೂರು ಜುಮಾ ಮಸೀದಿಯ ಮೇಲ್ಚಾವಣಿ ಕೆಲಸ ಬಾಕಿ ಇತ್ತು. ಅದನ್ನು ಪೂರೈಸಲಿಕ್ಕೆ ಅವರು ಎಲ್ಲ ಧನ ಸಹಾಯವನ್ನು ಅನ್ಯ ಜಮಾತಿನವರು ಕೂಡ ಸಹಕರಿಸಿದ್ದಾರೆ. ಮತ್ತೆ ಅದರ ನಂತರ ಬೇರೆ ತುಂಬಾ ಅಭಿವೃದ್ಧಿ ಕೆಲಸವನ್ನು ಮಾಡಿ ಇವತ್ತಿನ 2006ರಿಂದ ಈಗ 2013 ಆಗುವ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೆಚ್ಚು ಕಮ್ಮಿ 50 ಲಕ್ಷದಷ್ಟು ಅಭಿವೃದ್ಧಿ ಆಗಿದೆ ನಮ್ಮ ಬಣ್ಣೂರು ಜಮಾತಿನಲ್ಲಿ. ಎರಡನೇದಾಗಿ ಇವರದು ಒಂದೇ ಒಂದು ಆಶಯ ಅಂತ ಹೇಳಿದರೆ, ಎಲ್ಲಿ ದೀನಿ ಕತ್ತಲಿದೆ ಅಲ್ಲಿ ದೀನಿನ ಸ್ಪರ್ಶ ಆ ಬೆಳಕನ್ನು ಕೊಡುವಂತ ಒಂದು ಉದ್ದೇಶ ಇವರದು ಪ್ರಪ್ರಥಮವಾಗಿದೆ. ಎಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಇಲ್ಲದೆ ಮದ್ರಸ ಇಲ್ಲದೆ ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಆ ಕತ್ತಲಿದ್ದಂಥ ಸ್ಥಳದಲ್ಲಿ ದೀನಿಯಾದ ಬೆಳಕನ್ನು ಮದ್ರಸದ ಒಂದು ಕಲಿಯುವಂತ ಒಂದು ಬೆಳಕನ್ನು ಚೆಲ್ಲುವಂತ ಒಂದು ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ಅವರಿಗೆ ಕೃಪದಿಂದ ಅವರ ಮೂಲಕ ಇದು ಬೆಳಕಾಗಿ ಬಂದಿದೆ. ಇದರ ಮೊದಲು ನಂತರ ಅವರು ಇನ್ನೂ ಈ ಬಡ್ಕಲದಲ್ಲಿ ತಾಜುಲ್ ಸುನ್ನಾ ವತಿಯಿಂದ ಈಗ ಈ ನಡೆದಂತಹ ಈ ಮದ್ರಸಾ ಇದೇ ತರ ಎಲ್ಲಾ ಕಡೆಯಲ್ಲಿ ಆಗ್ಬೇಕಂತ ಅವರ ಆಶೆ ಇದೆ. ಈಗ ಅವರು ಈಗ ಕರ್ನಾಟಕ ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಕರ್ನಾಟಕದ ಮೂಲೆಯಲ್ಲಿ ಇದ್ದಂತ ಕೆಲವು ಇದೇ ತರ ನಮ್ಮ ಮದ್ರಸಾ ಸರಿ ಇಲ್ಲದಂತ ಒಂದು ಪಾಠ್ಯ ಒಂದು ಪಠಣ ಮಾಡುವಂತ ಒಂದು ಸಂದರ್ಭ ಇಲ್ಲದಂತ ಎಷ್ಟೋ ಕಡೆ ಇದೆ. ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಕೊಪ್ಪಳ ಅಂತ ಒಂದು ಪ್ರದೇಶದಿಂದ ಕುಕ್ಕನೂರು ಒಂದು ಸ್ಥಳ ಇದೆ, ಅಲ್ಲಿ ನಾನು ಒಂದು ನನ್ನ ಉದ್ಯೋಗ ನಿಮಿತ್ತ ನಾನು ಅಲ್ಲಿ ಹೋಗಿದ್ದೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಕೇಳಿದೆ, ಇಲ್ಲಿ ಮಸೀದಿ ಎಲ್ಲಿದೆ ಅಂತ ಕೇಳುವಾಗ ಒಬ್ಬರು ಪ್ರಾಯದವರು ಹೇಳ್ತಾರೆ, ಮಸೀದಿ ಇಲ್ಲಿ ಹತ್ತಿರ ಎಲ್ಲೇ ಇರಬೇಕು. ಆಗ ನಾನು ಕೇಳಿದೆ, ನೀವು ಮಸೀದಿಗೆ ಹೋಗುದಿಲ್ವಾ? ಇಲ್ಲ, ನಾನು ಇದಕ್ಕೆ ಹೋಗುದಿಲ್ಲ, ಶುಕ್ರವಾರ ಒಮ್ಮೆ ಹೋಗ್ತೇವೆ. ಶುಕ್ರವಾರ ಹೋಗುದಿಲ್ಲ? ಇಲ್ಲ, ಶುಕ್ರವಾರ ಕೆಲವೊಮ್ಮೆ ಹೋಗ್ತೇವೆ ನಾವು. ಹಾಗಾದ್ರೆ ಮಸೀದಿ ಯಾವಾಗ ಹೋಗ್ತೀರಿ? 2 ಈದಿಗೆ ತಪ್ಪದೆ ಹೋಗ್ತೇವೆ ಅಂತ ಹೇಳಿದರು. ಜುಮಾ ನಮಸ್ಕಾರಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ, 5 ವರ್ಷದ ಫರದ್ ನಮಾಜಿಗೆ ಹೋಗುವುದಿಲ್ಲ, ವರ್ಷದಲ್ಲಿ 2 ಬರುವ ಈದಿಗೆ ಪೆರುನಾಳ್ ಅಂತ 2 ಈದಿಗೆ ಮಾತ್ರ ಹೋಗ್ತಾರೆ. ಇಂಥ ಕಡೆ ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ತುಂಬಾ ಕಡೆಯಲ್ಲಿ ಇದೆ. ಇದನ್ನು ನಾವು ಇನ್ನೂ ಹುಡುಕಿ ಅಂತ ಒಂದು ಪರಿಸ್ಥಿತಿಯ ಕಡೆಯಲ್ಲಿ ನಮ್ಮ ತಾಜುಲ್ ಸುನ್ನದ ವತಿಯಿಂದ ಇನ್ನೂ ಇಂಥ ಒಳ್ಳೆ ದರ್ಸುಗಳು ಮುಂದೆ ಬರಬೇಕಂತೇಳಿ ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ನಮ್ಮ ತಾಜುಲ್ ಸುನ್ನದ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾದಂಥ ಅಬ್ದುಲ್ ಆಹಸನ್ ಉಸ್ತಾದರವರಿಗೆ ಆಫಿಯತ್ತು ಆರೋಗ್ಯವನ್ನು ಕೊಡಲಿ ಅಂತ ಆಶಿಸುತ್ತಾ ನನ್ನ 2 ಮಾತನ್ನು ವಿರಾಮ ಮಾಡ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಕನ್ನಡಾಂಬೆಯ ಜನಿಸಿ ನಿನ್ನಲು ಧನ್ಯನಾದನು ತಾಯಿಯೇ ಎಂದು ನಾವು ಹಲವು ಬಾರಿ ಹೇಳಿರಬಹುದು. ಆದರೆ ಕನ್ನಡದ ಈ ಉದ್ದಗಳಕ್ಕೂ ನೋಡಿದರೆ ಇಂತಹ ದುರಂತಗಳು ಬಹಳಷ್ಟು. ಇಲ್ಲಿಗೆ ನಾವು ಅಧ್ಯಾಪಕರಾಗಿ ಆಮಂತ್ರಣವನ್ನು ಕೊಟ್ಟಂತಹ ನಮ್ಮ ಅಶ್ರಫ್ ಸಾಯಿದಿ ಒಂದು ಮಾತನ್ನು ಹೇಳಿದರು, ಯಲ್ಲಾಪುರದಲ್ಲಿ 4,000 ಮನೆಗಳಿದೆ, ಆ 4,000 ಮನೆಗಳಿಗೆ ಒಂದೇ ಒಂದು ಮದರಸ ಇಲ್ಲ ಅಂತ. ಬಹಳಷ್ಟು ಶೋಚನೀಯ, ದುಃಖಕರ. ಇನ್ಶಾ ಅಲ್ಲಾ ಅಲ್ಲೂ ತಾಜು ಸುನ್ನಾ ಹೆಜ್ಜೆ ಇಡುವಂತಹ ಮುಂದಿನ ಅದರ ಪದ್ಧತಿಯನ್ನು ವಿಸ್ತರಿಸುವಂತಹ ಉದ್ದೇಶವೂ ಇದೆ. ಅಲ್ಲಾಹನು ಎಲ್ಲದಕ್ಕೆ ಜಗದೊಡೆಯನಾದ ಅಲ್ಲಾಹನು
ತೌಫೀಕನ್ನು ಅನುಗ್ರಹವನ್ನು ಕರುಣಿಸಲಿ ಎಂದು ದುಆ ಮಾಡುತ್ತಾ ಇನ್ನು ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಮುಕ್ತಾಯ ಹಂತದಲ್ಲಿದ್ದೇವೆ. ವನ್ಯರಾದಂತಹ ಸೈಯದ್ CTM ಸಲೀಂ ತಂಗಳವರಿಂದ ಹಿತವಚನ ಮತ್ತು ದುಆ ನಡೆಯಲಿಕ್ಕಿದೆ. ಅವರನ್ನು ಆಧಾರದಿಂದ ಬರಮಾಡುತ್ತಾ ಇದ್ದೇನೆ. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് താജുസുന്ന എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഇതിൻ്റെ ഈ മഹത്തായ ബഡ്കൽ എന്ന് പറയുന്ന ഈ നാട്ടിൽ എല്ലാം പണ്ഡിതന്മാരും ഉസ്താദുമാരും നിങ്ങളോട് പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്തുകൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഈ സ്ഥാപനന്റെ ഈ മദ്രസന്റെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. കാരണം ഇതിലേക്ക് ഒരുപാട് ജനങ്ങൾ അധ്വാനിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. മുതഅല്ലിമീങ്ങൾ ഊണുറക്കില്ലാതെ കണ്ട് അധ്വാനിക്കുന്നവരുണ്ട്. അതുപോലെ ഗൾഫ് നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർ, നമ്മുടെ താജുസുന്നക്ക് അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ തൗഫീഖും റഹ്മത്തും ബർക്കത്ത് ചൊരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ, സ്വഹാബാക്കൾ, താബിഈ, ഹിമ്മത്തീങ്ങൾ ഇങ്ങനെ ദീനാണ് അവർ നടത്തിയത്. മാലിക് ഇബ്നു ദീനാർ തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചിട്ട് കാസർഗോഡിൽ വന്നുകൊണ്ട് മഹാനവറുകൾ ദീന് പറഞ്ഞു കൊടുക്കുകയും അവിടെ നിന്ന് വഫാത്താവുകയും ചെയ്തിരുന്ന മഹാനവറുകൾ. അതുപോലെ ഈ ബഡ്കൽ എന്ന നാട്ടിൽ വലിയൊരു നാടാണ് ഈ ബഡ്കൽ. ഈ നാട്ടിൽ മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാർ, സ്വാലിഹീങ്ങൾ, മുസന്നിഫീങ്ങൾ വഫാത്തായി കിടക്കുന്ന, കിതാബ് ഓതി പഠിക്കാത്ത നാടല്ല. പക്ഷേ വലിയ വലിയ മഹാന്മാർ, മുസന്നിഫീങ്ങൾ വന്നിവിടെ മരണപ്പെട്ടു പോയ എത്രയോ മഹാന്മാരുണ്ട് ഇവിടെ. അബ്ദുർ റസാഖ് ഹസനി അവറുകൾ, ഞാൻ എന്നോട് സാധാരണ ബഡ്കലത്തിലേക്ക് പോകുന്ന വിഷയം അദ്ദേഹം എന്നോടും എല്ലാ സമയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഞങ്ങൾ ബഡ്കലയിലേക്ക് പോകണം, അവിടത്തേക്കൊന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി വന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇവിടെ ഒരു മഖ്ബറ, വലിയ മഹാനാണ് അദ്ദേഹം, നേരത്തെ പറഞ്ഞ മഹാൻ ഇസ്മായിൽ മഖ്ദൂമി തങ്ങൾ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്റെ മഖ്ബറത്തിലേക്ക് വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ചേർന്നുകൊണ്ട് മഹാന്റെ മുമ്പിൽ സിയാറത്ത് ചെയ്യുകയും, എന്നിട്ട് ഞങ്ങൾ അതുപോലെ സലീം എന്ന് പറയുന്ന മഹാനവറുകൾ, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ വിഷയങ്ങൾ. അദ്ദേഹത്തിനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഒരുപാട് നല്ല നിലക്ക് സ്വീകരിക്കുകയും
നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ ചിന്തിച്ചു പോയത്, ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട് കേട്ടോ, ഒരുപാട് സ്വാലിഹീങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ സുന്നികളായ പള്ളികൾ ഇവിടെയില്ല. ഉണ്ടെങ്കിൽ 1-2 പള്ളിയാണ് കേട്ടോ. ഈ പരിസരത്തിൽ 150 പള്ളികളുണ്ട്. പക്ഷേ അത് തബ്ലീഗിന്റെ പള്ളികളാണ്. സുഹൃത്തുക്കളെ, എത്ര പാവപ്പെട്ട ജനങ്ങളാണ് കുടുങ്ങിയത്. ഇൻഷാ അല്ലാഹുവിന്റെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ഖുദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന കൊല്ലത്തിൽ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സർവ്വ പള്ളികളെ സുന്നികളാക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലാഹുവിനിക്കറിയാം. ഞങ്ങൾ എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഞങ്ങൾ വന്നത് റബ്ബ് കാണുന്നില്ലേ? അല്ലാഹുവിന്റെ മഹാന്മാർ കാണുന്നില്ലേ? ഔലിയാക്കന്മാർ കാണുന്നില്ലേ? റബ്ബിന്റെ മലക്കുകൾ കാണുന്നില്ലേ? അല്ലാഹുവിന്റെ അമ്പിയാക്കളും അല്ലാഹുവിന്റെ സ്വാലിഹീകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയാൻ വേണ്ടി, അല്ലാഹുവിനെ അറിയിക്കാൻ വേണ്ടി നിസ്കാരമുണ്ട് കേട്ടോ. വെറും വായി കൊണ്ടല്ല, നാവ് കൊണ്ടല്ല പ്രവർത്തനങ്ങൾ, ശരീരം കൊണ്ട് പ്രവർത്തനങ്ങളുണ്ട്, കൈകൊണ്ട് പ്രവർത്തനങ്ങളുണ്ട്, എല്ലാ നിലക്കും പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. ഈ താജ് സുന്നക്ക് വേണ്ടി ഈ അടുത്ത ഗൾഫിൽ ഞാൻ പോയപ്പോൾ 2 വർഷമായി ഞാൻ കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി. താജ് സുന്നയുടെ പേരിൽ നിന്ന് അൽഹംദുലില്ലാഹ് മാസത്തോളം ഉള്ളൊരു സംഖ്യ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ കമ്മിറ്റി ഉണ്ടാക്കി. ഇനി ജിദ്ദയിലും ഒരുപാട് സ്ഥലത്തിൽ ഞങ്ങൾ അധ്വാനിക്കണം കേട്ടോ. ഇവിടെ മദ്രസ ഞങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശവും വെറും ഇന്ന് ഓപ്പണാക്കിയതിന്റെ മാത്രമല്ല, എപ്പോഴും ഇത് നിലനിൽക്കണം. അല്ലാഹു കാണുന്നവനാണ്. വെറും സുന്നികളായ ഞങ്ങൾ 10-100 50 ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ചു പോകാൻ വേണ്ടിയല്ല. നിങ്ങളെല്ലാവരും, നാട്ടിന്റെ ജനങ്ങളെല്ലാവരും, എല്ലാ സുഹൃത്തുക്കളും, ചെറിയവരും വലിയവരുമെല്ലാം ഇതിലേക്ക് പ്രവർത്തിക്കുക. അല്ലാഹു കാണുന്നവനാണ്. അല്ലാഹുവിന്റെ മഹാന്മാർ അധ്വാനിച്ചവരാണ് കേട്ടോ. അമ്പിയാക്കൾ കഷ്ടപ്പെട്ടവരാണ്, നബിമാര് കഷ്ടപ്പെട്ടവരാണ്. അവർ ദീൻ നടത്തിയത് കഷ്ടപ്പെട്ടുകൊണ്ടാണ്. അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കുക. കൈകൊണ്ട് അധ്വാനിക്കുക, നാവ് കൊണ്ട് അധ്വാനിക്കുക, ശരീരം കൊണ്ട് അധ്വാനിക്കുക. എന്നാൽ ഞാൻ മരിക്കുന്ന സമയത്തിൽ, ഞാൻ മരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ജീവിക്കുന്നതിനെന്തിനു വേണ്ടി? ഞാനും നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി. നിനക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു ഇതുവരെ ആയുസ് തന്നില്ലേ? അല്ല നിനക്ക് നിഅമത്ത് തന്നു, ആയുസ് തന്നു, എല്ലാം തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇന്നുവരെ ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ നടക്കുന്നു, ഇരിക്കുന്നു. ഇതിനെല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലേ. അവന്റെ മഹാന്മാർ കൊടുത്ത അല്ലാഹു ഫവർ, അവന്റെ മഹാന്മാർ കൊടുത്ത കറാമത്ത്, അവന്റെ അമ്പിയാക്കൾ കൊടുത്ത മുഅ്ജിസത്ത്, അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഈ താജ് സുന്നക്ക് അധ്വാനിക്കുന്നവരെ എല്ലാം നീ കാണുന്നവനാണ്. ഞങ്ങൾ വായി കൊണ്ട് പറയേണ്ടതില്ല, നിന്നോട് പറയേണ്ടതില്ല റബ്ബേ. നീ കാണുന്നവനാണ്, നീ കേൾക്കുന്നവനാണ് റബ്ബേ. നീ സഹായിക്കണേ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ സഹായിച്ചവർക്ക് നീ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി
നന്നാക്കണേ അല്ലാ. എന്റെ സുഹൃത്തുക്കളെ, ഈ നാട്ടിന്റെ നേതാക്കളെ, അതേ നിങ്ങളെല്ലാവരും ഇതിലേക്ക് സഹകരിക്കുക. അതേ പുത്തൂർ നാട്ടിൽ നിന്നോ ഏതോ ഉസ്താദുമാർ വന്നുകൊണ്ടോ അതല്ലെങ്കിൽ സയ്യിദന്മാർ വന്നുകൊണ്ടോ സുന്നികളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സുബ്ഹാനല്ലാഹ് ഞങ്ങളെപ്പോഴും പ്രവർത്തിക്കും. അല്ലാഹു ഞങ്ങൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ മഹാന്മാർക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഗ്യാരണ്ടിയുണ്ടോ? ആർക്കും ഗ്യാരണ്ടിയില്ല. എന്റെ നാട്ടിന്റെ നേതാക്കളെ, ബണ്ണൂർ നാട്ടിന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ കൂടിയവരെ, മുത്തഅല്ലിമീങ്ങളെ, എല്ലാവരും മരിക്കുന്നവരാണ്. ഇവിടെ ആരും ബാക്കിയാകാനില്ല. ഞാനും മരിക്കുന്നവരാണ്, നിങ്ങളും മരിക്കുന്നവരാണ് കേട്ടോ. മനുഷ്യനുണ്ടാക്കുന്നത് എനിക്ക് ഗ്യാരണ്ടി മനുഷ്യൻ കൊടുത്താൽ, മനുഷ്യൻ ഈ മൈക്കത്തിലേക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, കാണുന്ന വാച്ച്, ബൾബോ, ട്യൂബോ എന്തിനൊക്കെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, എല്ലാവരും മരിക്കുന്നവരാണ്. ഈ മരിക്കുന്ന ഞങ്ങൾക്ക് ഈ നല്ല ജീവിതം വേണോ? ഇതുപോലത്തെ മുത്തഅല്ലിമീങ്ങളെ സഹായിച്ചാൽ, എന്റെ ഉസ്താദുമാരെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ആഖിറം കിട്ടും കേട്ടോ. എന്റെ നാട്ടിന്റെ നേതാക്കളെ, ഞാനൊരു പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, അതല്ലെങ്കിൽ ഖജാഞ്ചിയാ, എങ്ങനെ ബമ്പത്തറ പറഞ്ഞാലും ഫവറ് പറഞ്ഞാലും ഞാനൊരു പ്രസിഡന്റ് അല്ലേ എന്നിങ്ങനെ പറഞ്ഞു നടന്നാലും സുബ്ഹാനല്ലാഹ് വിടൂല. അല്ലാഹ് അത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ ഖബറ് വിളിച്ചു പറഞ്ഞില്ലേ, ഫാത്തിമ ബീവി ആരാണെന്നറിയില്ലേ? ഫാത്തിമ ബീവി ആരാണെന്നറിയില്ലേ? ആരാണ് ബീബി ഫാത്തിമ? റസൂലുള്ളാഹിന്റെ മകനല്ലേ? ആരാണ് റസൂലുള്ളാഹ്? ആരാണ് ഹബീബുർ റസൂലുള്ളാഹ്? ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദതു ബിസിഹ്ഹതിഹാ വകുല്ലുൽ ശദീദ് അൽ ബദറു ശക്ക ബിഅംരി വശംസു വറബത്ലു ردت بغير تردد. ആ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പറയേണ്ടതുണ്ടോ? ഖുർആൻ ലോകത്തിലുള്ള മുഅ്ജിസത്തല്ലേ? ചിലവർ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നവരില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഫളല് കൊണ്ട്, മഹത്വം കൊണ്ട്, പൗരുഷം കൊണ്ട് ഈ ബടുക്കലെന്ന പ്രദേശത്തിൽ 150 തബ്ലീഗ് പള്ളി ഉണ്ടെങ്കിൽ എല്ലാ പള്ളികളെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് ഒരു ഫവറുമില്ല, റബ്ബിന്റെ ദീനിക്ക് ഫവറില്ലേ? അല്ലാഹുവിന്റെ ഇൽമിക്ക് ഹയാത്തുള്ളതല്ലേ? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അഹ്സൻ ഉസ്താദ് പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട GM ഉസ്താദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. എന്തിനു വേണ്ടി ക്ലാസ് എടുത്തു? ഇൽമു പറഞ്ഞു കൊടുത്തു കുട്ടികൾക്ക്. നിന്റെ ഇതാ ഉപ്പാന്റെ കീസയിൽ സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യൻ നല്ലതറിയണമെങ്കിൽ, പൊട്ടറിയണമെങ്കിൽ, ഹറാമ് എന്താണെന്നറിയണമെങ്കിൽ, ഹലാൽ എന്താണെന്നറിയണമെങ്കിൽ മദ്രസയിൽ വന്നോ, മദ്രസ പഠിച്ചോ. ഉമ്മാന്റെ മഹത്വം നിനക്കറിയണമെങ്കിൽ, ഉപ്പാന്റെ മഹത്വം നിനക്കറിയണമെങ്കിൽ, ഉപ്പ കഷ്ടപ്പെടുന്ന എത്ര കഷ്ടപ്പെടുന്നെന്ന് നിനക്കറിയണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം എന്താണ്, ആകാശം എന്താണ്, ഭൂമി എന്താണ്, ഖബറെന്താണ്, മുത്തഅല്ലിമീങ്ങൾ എന്താണ്,
അവരെ ബഹുമാനം എത്രയാണ്, അഹ്ലു ബൈത്തിന്റെ മഹത്വം എന്താണ്, അവരെ പൗരുഷം എന്താണ്, ആലിമീങ്ങളെ മഹത്വം എന്താണ്. ഉസ്താദുമാരെ പള്ളിന്റെ ഉസ്താദക്ക് നീ ചോറ് കൊടുക്കുന്നില്ലേ? നീ എപ്പോഴും ചോറ് കൊടുക്കുന്നവനാണെങ്കിൽ, നിന്റെ മുതഅല്ലിമീനക്ക് നീ ഭക്ഷണം കൊടുക്കുന്നവനാണെങ്കിൽ, പക്ഷേ നിസാരമല്ല കേട്ടോ, നിസാരമല്ല. പക്ഷേ അതേ മുതഅല്ലിമീങ്ങളെ പിന്നാലെ ഒരുപാട് മലാഹികീങ്ങളുണ്ട് കേട്ടോ. മുതഅല്ലിമീങ്ങളെ പിന്നാലെ അതുപോലെ നല്ല മഹാന്മാരുണ്ട് കേട്ടോ, മുസന്നിഫീങ്ങളുണ്ട് കേട്ടോ. പണ്ഡിതന്മാരെ പിന്നാലെ, ആലിമീങ്ങളെ പിന്നാലെ, അവരെ പിന്നാലെ മഹത്വമുള്ള മഹാന്മാരുണ്ട് കേട്ടോ. അതല്ല ഫവറ്, അതല്ല ഫവറ്. ഇൽമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ജീവനാടിയല്ലേ. മനുഷ്യനക്ക് ഹാർട്ടുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ. കിഡ്നി ഉണ്ടെങ്കിൽ കിഡ്നില്ലാത്തവന്റെ അവസ്ഥ എന്താണ്? കണ്ണില്ലാത്തവന്റെ അവസ്ഥ എന്താണ്? കാണാൻ പറ്റുമോ? കാലില്ലാത്തവന്റെ അവസ്ഥ, കൈ നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ, ഓരോ ശരീരം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ. സുഹൃത്തുക്കളെ, എന്താണ് വേദനമാണ് സുഹൃത്തുക്കളെ. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള മുതഅല്ലിമീങ്ങളെ ഞങ്ങളെ ദർസ് നീ നിലനിർത്തണേ. നിന്റെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യമാണ്, താജ് സുന്നക്ക് വേണ്ടി കഠിനാധ്വാനിക്കുന്നവർ മുതഅല്ലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കുള്ള രോഗമെന്ന നീ ശിഫ നൽകണേ അല്ലാഹ്. ദീനിന്റെ ബർക്കത്ത് കൊണ്ട്, ദീനിന്റെ ശക്തി കൊണ്ട്, ഇൽമിന്റെ പവർ കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാഹ്, നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ആരെങ്കിൽ സംഭാവന തരാൻ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.